പണ്ടൊക്കെ ഈ ഫ്ലൈറ്റുകൾ ആകാശത്തൂടെ പറക്കുന്നത് കാണുമ്പോൾ നമ്മൾ കരുതും ഫ്ലൈറ്റൊക്കെ പറത്താനായിട്ട് ഭയങ്കര സുഖമാണല്ലോ, റോഡില്ലല്ലോ, ട്രാഫിക് ഇഷ്യൂസ് ഇല്ലല്ലോ, ഗട്ടറുകളില്ലല്ലോ എന്ന് കരുതും. ഇഷ്ടമുള്ളിടത്തൂടെ, പൈലറ്റിന് ഇഷ്ടമുള്ളിടത്തൂടെ അങ്ങനെ ഓടിച്ചാൽ മതിയല്ലോ എന്നൊക്കെ കരുതുമായിരുന്നു. പക്ഷെ അങ്ങനല്ല. നമ്മളുടെ റോഡിൽ നമ്മുടെ ഭൂമിയിലുള്ള റോഡ് ട്രാഫിക് പോലെ തന്നെ ഫ്ലൈറ്റിനും അതിൻ്റെതായ ഒരു പാത്തുണ്ട്, ഒരു ട്രാക്ക് ഉണ്ട്. ആ ട്രാക്കിലൂടെ മാത്രമേ അവർക്ക് സഞ്ചരിക്കാൻ പറ്റുകയുള്ളൂ. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന എയർപോർട്ടിൽ നിന്നും ഹാഫ് വേ വരെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഏകദേശം എയർപോർട്ടിൽ നിന്നുള്ള സിഗ്നലുകളും, ഇൻ ബിറ്റ്വീൻ ലോങ് വേ ആണെന്നുണ്ടെങ്കിൽ ഇൻ ബിറ്റ്വീൻ ഉള്ള എയർപോർട്ടുകളിൽ നിന്നും, അതുപോലെ തന്നെ ഡെസ്റ്റിനേഷനിൽ എത്താറാകുമ്പോഴത്തേക്കും അവിടുത്തെ എയർപോർട്ടിൽ നിന്നുമുള്ള സിഗ്നലുകൾ സ്വീകരിച്ചുകൊണ്ട് റഡാർ സംവിധാനം ഉപയോഗിച്ച് ഫ്ലൈറ്റുകൾ കറക്റ്റായിട്ടുള്ളൊരു പാത്തിലൂടെയാണ് പോകുന്നത്. അങ്ങനെ പോകാൻ പറ്റത്തുള്ളൂ ഫ്ലൈറ്റിന്. അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ഫ്ലൈറ്റുകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്ന ഇഷ്യൂസൊക്കെ ഉണ്ടാകുന്നത് അങ്ങനെ പാത്ത് ഫോളോ ചെയ്ത് പോകാത്തത് കൊണ്ടാണ്. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ട്രിവാൻഡ്രത്തു നിന്ന് വിട്ട എയർ അറേബ്യയുടെ ഫ്ലൈറ്റ് അബുദാബിക്ക് പോകുന്ന ഫ്ലൈറ്റാണിത്. AD-Y249. അത് നേരെ പോകുന്നത് അബുദാബിക്കാണ്. അതുപോലെ തന്നെ അടുത്ത ഫ്ലൈറ്റ് ഇത് AXB, ഇത് എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് ആണ് 419 എന്ന് പറയുന്നത്. ഇതും നേരെ അബുദാബിക്കാണ് പോകുന്നത്. ഇത് കൊച്ചിയിൽ നിന്ന് അബുദാബിക്കാണ് പോകുന്നത്. ഈ ഫ്ലൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇത് ഗൾഫ് എയറിൻ്റെ ഫ്ലൈറ്റ് ആണ്, GFA 145. സോ ഈ ഫ്ലൈറ്റുകളെല്ലാം അബുദാബി ലക്ഷ്യമാക്കിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഈ ഗൾഫ് എയറിൻ്റെ ഫ്ലൈറ്റ് പോകുന്നത് ഡയറക്റ്റ് ബഹ്റിനാണ് പോകുന്നത്. ഇറ്റ്സ് ഓൾമോസ്റ്റ് സെയിം പാത്താണ് നിങ്ങൾക്ക് കാണും. സോ ആ ഒരു ഡയറക്ഷനിൽ, ആ ഒരു റൂട്ടിൽ പോകുന്ന ഫ്ലൈറ്റുകളെല്ലാം അതേ ഒരു ട്രാക്കിൽ തന്നെയാണ് പോകുന്നത്. മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതേ ട്രാക്കിൽ പോകുന്ന അടുത്ത ഫ്ലൈറ്റ് നിങ്ങൾക്ക് കാണാം. ഇത് കൊളംബോയിൽ നിന്ന് ദോഹയ്ക്ക് പോകുന്ന ഫ്ലൈറ്റ് ആണ്, ശ്രീലങ്കൻ എയർലൈൻസ് ആണ്, ALK217 എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ശ്രീലങ്കൻ എയർലൈൻസ് തന്നെ, കൊളംബോയിൽ നിന്ന് അബുദാബിക്ക് പോകുന്ന ഫ്ലൈറ്റ് ആണ്. സോ അബുദാബിയിലേക്ക് പോകുന്നു. അടുത്തൊരു വലിയ ഫ്ലൈറ്റ് ആണ്. ഇത് ഖത്തർ എയർവേസ് ആയിരിക്കാനാണ്. യെസ്, QTR65K. ഇറ്റ്സ് എ ബിഗ് വൺ ആക്ച്വലി. ഖത്തർ എയർവേസിൻ്റെ ഒരു വലിയ ഫ്ലൈറ്റ് ആണ്. മാലയിൽ നിന്ന് ദോഹയ്ക്ക് പോകുന്ന ഖത്തർ എയർവേസിൻ്റെ ഫ്ലൈറ്റ് ആണ്. അവിടെ നിന്ന് ഇങ്ങനെ മുന്നോട്ടേക്ക് വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, നമ്മൾ അബുദാബി എയർപോർട്ടിൽ എത്തിയിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ആരെങ്കിലും ഈ പറയുന്ന പോലെ ഫ്ലൈറ്റിൽ എങ്ങോട്ടേക്കെങ്കിലും പോകുന്നുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ എവിടെയായി, എത്തിയോ, എവിടെ എത്തി, എപ്പോൾ ഇറങ്ങും, ഇങ്ങനെയൊക്കെ ആലോചിച്ച് നാട്ടിലിരിക്കുന്ന, അല്ലെന്നുണ്ടെങ്കിൽ ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും അവിടുന്ന് തിരിച്ചോ, എവിടെ എത്തി, എപ്പം നാട്ടിൽ ലാൻഡ് ചെയ്യും, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആലോചിച്ച് ടെൻഷൻ അടിച്ച് വീട്ടിലിരിക്കുന്ന ആൾക്കാർക്ക് ഒരു ആശ്വാസമാകുന്നത് ഒന്ന് എന്താ പറയുക, ഒന്ന് ഫ്ലൈറ്റ് എവിടെ എത്തി, ഇറങ്ങിയോ ഇല്ലയോ എന്നറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഫ്ലൈറ്റ് റഡാർ 24 എൻ്റെ ലൈവ് എയർ ട്രാഫിക്കിൻ്റെ സൈറ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നമ്മൾക്ക് അറിയാം ഈ ഫ്ലൈറ്റിൻ്റെ നമ്പർ. നമുക്ക് വേണ്ട ഫ്ലൈറ്റിൻ്റെ പേരടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ഫ്ലൈറ്റിൻ്റെ ലിസ്റ്റ് വരും. ദെൻ അതിൽ നമ്മളുടെ ഫ്ലൈറ്റിൻ്റെ നമ്പർ അറിയാമെങ്കിൽ ആ ഫ്ലൈറ്റിൻ്റെ നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഫ്ലൈറ്റിൻ്റെ നമ്പർ കാണിക്കും. അപ്പോൾ ആ ഫ്ലൈറ്റിൻ്റെ നമ്പർ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഫ്ലൈറ്റ് ഈ പറയുന്ന പോലെ റെഡ് കളറിൽ വിത്ത് റൂട്ട് കറക്റ്റായിട്ട് കാണിക്കും. യെല്ലോ കളറിൽ കാണുന്ന ഫ്ലൈറ്റുകളെല്ലാം തന്നെ അത് ഈ പറയുന്ന പോലെ എയറിൽ നിൽക്കുന്ന ഫ്ലൈറ്റുകളാണ്. ലൈവായിട്ടുള്ള റണ്ണിങ്ങിലുള്ള ഫ്ലൈറ്റുകൾ മാത്രമാണ് ഈ പറയുന്ന ഈ കാണുന്ന യെല്ലോ കളറിൽ കാണുന്നത്. എന്നാൽ അതിൽ കൂടുതൽ ഫ്ലൈറ്റുകളുണ്ട്. ഈ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തതിന് ശേഷം ഈ ഫ്ലൈറ്റുകൾ എയർപോർട്ടിൽ നിർത്തിയിട്ടിരിക്കുമല്ലോ, ആ ഫ്ലൈറ്റുകളൊന്നും ഇതിൽ കാണിക്കുകയില്ല. ഇതിൽ കാണിക്കുന്നത് ആക്ച്വലി മൂവ് ആയിക്കൊണ്ടിരിക്കുന്ന ഫ്ലൈറ്റുകൾ മാത്രമാണ്. റൺവേയിൽ പല ഫ്ലൈറ്റുകളും റൺവേയിൽ സ്ലോലി മൂവിങ് ആണ്. ഇത് സ്ലോലി മൂവിങ് ആണ് റൺവേയിൽ. ഇത് ലാൻഡ് ചെയ്യാൻ പോവുകയാണ്. ഇതൊരു റൺവേ ആണ്. ഐ തിങ്ക് ഒരു മിനിറ്റ്. ഇത് ടേക്ക് ഓഫ് ചെയ്തു. ഈ ഫ്ലൈറ്റ് പെട്ടെന്ന് അത് ടേക്ക് ഓഫ് ചെയ്തു. അത് റൺവേയിലേക്ക് വന്നിട്ട് ടേക്ക് ഓഫ് ചെയ്തു. അടുത്ത
ഈ ഫ്ലൈറ്റുകൾ നമുക്ക് നോക്കാം. ഈ ഫ്ലൈറ്റുകളുടെ സ്റ്റാറ്റസ് എന്താണെന്ന് നോക്കാം. അവിടെ നിർത്തിയിട്ടിരുന്ന ഫ്ലൈറ്റ് പെട്ടെന്ന് അപ്രത്യക്ഷമായി. കാരണം ആ ഫ്ലൈറ്റ് എവിടെയോ പാർക്ക് ചെയ്തു, അതുകൊണ്ടാണ് അത് അപ്രത്യക്ഷമായത്. അടുത്ത ഫ്ലൈറ്റ് വരുന്നുണ്ട്. ഇതും ഏകദേശം ഇത് റൺവേ ആണ്. ഇവിടെ ഇറങ്ങിയിട്ട് അത് എങ്ങോട്ടേക്ക് പോകും എന്നുള്ളത് അറിയാം. വളരെ സ്പീഡിൽ ഒരു ഫ്ലൈറ്റ് പോകുന്നുണ്ട്. ഇത് ഏതാണാവോ? ആരാണാവോ ഇത്? ദുബായ് ജദ്ദ സൗദിയുടെ ഫ്ലൈറ്റ് ആണ്. ജെറ്റ് വിട്ട പോലെ പോകണുണ്ടല്ലോ. എവിടെ പോവാണോ ചേട്ടാ? അപ്പോൾ അങ്ങനെയാണ്. മുമ്പേ നമ്മൾ കണ്ട ഖത്തർ എയർവേസിന്റെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാറായി. ഇത് പോകുന്നത് ദോഹയ്ക്കാണ്. സോ അബുദാബിയിലേക്ക് അത് ടച്ച് ചെയ്യാതെ അപ്പുറത്തെ പാത്ത് പിടിച്ച് ആ സൈഡ് പിടിച്ച് അങ്ങനെ പോവുകയാണ്. ഇതൊരു ഖത്തർ കൊളംബോ ഫ്ലൈറ്റ് ആണ്. ഇതൊരു വലിയ ഫ്ലൈറ്റ് ആണ്. ഈ ഖത്തർ എയർവേസിന്റെ ഫ്ലൈറ്റുകളൊക്കെ വലിയ വലിയ ഫ്ലൈറ്റുകളാണ്. കുഞ്ഞൻ ഫ്ലൈറ്റുകളാണ്. ശ്രീലങ്കൻ ഫ്ലൈറ്റുകളൊക്കെ ചെറിയ ചെറിയ ഫ്ലൈറ്റ്. പക്ഷെ എന്നിരുന്നാലും അവരുടെ സർവീസുകൾ വളരെ മെച്ചപ്പെട്ട സർവീസുകളാണ്. ശ്രീലങ്കൻ എയർലൈൻസ് വൺ ഓഫ് ദ ബെസ്റ്റ് എയർലൈൻസ് ആണ്. സർവീസസിൽ കോർട്ടസി എന്താണെന്ന് അവർ കണ്ടുപിടിക്കണം നമ്മൾ. പിന്നെ ബാക്ക് ടു ബാക്ക് വരുന്നുണ്ട്. ഇത് നമ്മളുടെ എയർ ഇന്ത്യ, ഇത് നമ്മളുടെ എയർ അറേബ്യ. നിങ്ങൾക്ക് കാണാം ഒരേ ഫ്ലൈറ്റുകൾ നിൽക്കുന്നുണ്ടോ? പക്ഷെ ഇത് അലസ്ക, അതാണ് അലസ്ക. AKJ എന്ന് കാണിക്കുന്നത് അലസ്കയാണ്. അതിന്റെ താഴെ പോകുന്നത്, ഇത് മേലെയും താഴെയായിട്ടാണ് ഈ രണ്ട് ഫ്ലൈറ്റുകൾ പോകുന്നത്. ഇത് ഓരോ സ്ഥലങ്ങളിൽ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ പോലും, നിയർ ബൈ ആണെന്നുണ്ടെങ്കിൽ പോലും ഇത് രണ്ടും മേലെയും താഴെയുമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇത് തമ്മിൽ കൂട്ടിയിടിക്കുമല്ലോ. കാണാം, ഡിസ്റ്റൻസ് ഉണ്ട്, എന്നാലും ഡിഫറെന്റ് ആൾട്ടിറ്റ്യൂഡിലായിരിക്കും ഇത് ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ലോങ് വ്യൂവിൽ എടുക്കുമ്പോഴത്തേക്ക് ഇത് രണ്ടും മേലെ, ഒന്നിന് മേലെ എടുത്തതായിട്ട് കാണും. കൂട്ടിയിടിക്കുമോ എന്നൊക്കെ നമുക്ക് തോന്നുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല. അതാണ് നമ്മളുടെ ഈ എയർ ട്രാഫിക് കൺട്രോൾസിന്റെ ഒരു ഭംഗി. ഓക്കെ, സോ ഇത് മസ്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ട്. അവിടെയും ഖത്തർ എയർവേസിന്റെ ഫ്ലൈറ്റ് ഉണ്ട്. കുറച്ച് വലിയ ഫ്ലൈറ്റ് ആണ് ഇത്. This is from Delhi to Jeddah, Saudi Arabia flight. ഇതൊരു വലിയ ഫ്ലൈറ്റ് ആണ്, ഖത്തർ എയർവേസ്. വേറൊരു വലിയ ഫ്ലൈറ്റ് Emirates, again another Qatar Airways. It's not Qatar Airways, it's Oman Air actually. Yes. Okay, great. അപ്പോൾ നിങ്ങൾക്ക് ആരുടെയെങ്കിലും ഒക്കെ ഫ്ലൈറ്റ് ട്രാക്ക് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റ് radar 24 പോവുക, സെർച്ച് ചെയ്യുക. താങ്ക് യു, ബൈ ബൈ.